നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്തൊക്കെയാ ഡോക്ടറെ ഈ കേൾക്കുന്നത്? എന്താ റോബിൻ ഈ കേൾക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പുതിയൊരു അലിഗേഷൻ അല്ല, അതൊരു വിത്ത് പ്രൂഫാണ് ആ സാധനം. അതായത് ഇപ്പോ ഒരു പത്രസമ്മേളനത്തിന് വന്നതിന് ശേഷം ഞാൻ ഈ പൈസയൊക്കെ ഏതാണ്ട് 42 ലക്ഷം രൂപ എന്തോ അവരെനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ റിട്ടേൺ ആയിട്ട് ഏതാണ്ട് 42,60,000 അങ്ങനെ എന്തോ രൂപ ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ട്. പല അക്കൗണ്ടുകളിലായിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ക് പ്രകാരം എനിക്ക് 60,000, 70,000 രൂപ ഇങ്ങോട്ടാണ് തരാനുള്ളത്. അതായത് ഞാൻ എല്ലാ പൈസയും അവരെനിക്ക് തന്ന എല്ലാ പൈസയും ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് റോബിൻ വാദിച്ചത് അന്ന് ആ പത്രസമ്മേളനത്തിലും. പിന്നെ ഇവര് ഒരു പ്രസ് മീറ്റ് നടക്കാൻ സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ഏതാണ്ട് ഇത്ര വരുന്ന കുറെ കെട്ടുകളായിട്ട് പല മീഡിയക്കാർക്ക് ഓരോ കെട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പുള്ളി പോയി. എൻ്റെ എല്ലാം റെക്കോർഡുമുണ്ട്. ഈ റെക്കോർഡ് എനിക്കവിടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് മാറ്റി വേറെടുത്ത് വെച്ചാണ് ഈ പറയുന്ന പ്രസ് മീറ്റ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ഇവരെന്തിനു ഒളിച്ചോടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം തന്റെ ഇൻസ്റ്റഗ്രാം വഴി തന്നെ ഇതിന്റെയൊക്കെ PDF ആയിട്ട് ഈ പുള്ളി ഫയലായിട്ട് അയച്ചു, എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വിഭാഗം. മറ്റൊന്നുമല്ല, ഈ പറയുന്ന അയച്ചു കൊടുത്തത്, അതായത് സ്ക്രീൻഷോട്ടുകൾ, കുറെ ഗൂഗിൾ പേ ചെയ്ത കുറെ സ്ക്രീൻഷോട്ടുകളുണ്ട്. അത് മൊത്തം ഏതാണ്ട് ഓൾമോസ്റ്റ് വ്യാജമാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വേദലക്ഷ്മി ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്. ആ പോസ്റ്റിനകത്ത് ഈ പറയുന്ന ഞാനിവിടെ കൊടുക്കാം, ഏതാണ്ട് 1 ലക്ഷം രൂപ കൊടുത്തത്. അതായത് ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് ആരാണത് റിസീവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബിൽ ദേവ് കെ ഫ്രം പ്രവീൺ പി എന്നാണ് കാണിക്കുന്നത്. ഇതിൽ പ്രവീൺ പി എന്ന് കാണിക്കുന്നു, മറ്റേതില് പിന്നീട് ഈ പറയുന്ന ഡോക്ടർ റോബിൻ എന്ന് കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ വ്യാജമാണ്, ഇതൊക്കെ വ്യാജമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് വേദലക്ഷ്മിയുടെ വാദം. ഇതിനകത്ത് ഒരു കേസ് ഇപ്പോ നമ്മള് പേര് എഴുതിയിട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പേര് എഴുതിയിരുന്നത് ചിലപ്പം എൻ്റെ പേര് ഇപ്പം ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേര് ഇപ്പം അതുൽ എന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേര് ഞാൻ ഇങ്ങനെ എഴുതി, ഞാൻ സേവ് ചെയ്തിട്ടിങ്ങനെ അതായിരിക്കും. പക്ഷെ അവര് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ വരുന്നത് അവരുടെ ബാങ്ക് പേര് വേറെ ആയിരിക്കും. അതുകൊണ്ട് അതിൽ നമുക്ക് അവിടെ റോബിൻ രാധാകൃഷ്ണൻ, ഇവിടെ താഴെ ഈ പറയുന്ന പ്രവീൺ എന്ന് വന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം ഉണ്ട്, ഇത് വ്യാജമാണോ എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കി. ഇത് ഒന്നല്ല, കുറേ സാധനങ്ങളുണ്ട്. വ്യാജമാണോ എന്നുള്ളത് ഞാൻ ഈ നമ്മുടെ ഗൂഗിളിന്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ AI അടുത്ത് തന്നെ കൃത്യമായിട്ട് ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്ത്. അവര് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇത് മൊത്തം വ്യാജമാണ് എന്നുള്ളതാണ്. അപ്പോ ഞാനത് എന്തൊക്കെ കൊണ്ടാണ് ഇത് വ്യാജം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല, ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ എഡിറ്റ് ചെയ്തതാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഗൂഗിളിനോട് അല്ലെങ്കിൽ AI ചോദിച്ചു, ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് എഡിറ്റഡ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ചിത്രം എഡിറ്റ് ചെയ്തതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞുതരാം. കുറെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു യഥാർത്ഥ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നിരവധി തെറ്റുകളും പൊരുത്തക്കേടുകളും ഇതിലുമുണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നതാണ്. പേരുകളിലെ പൊരുത്തക്കേടെന്നു, അതായത് സ്ക്രീൻഷോട്ടിന്റെ മുകളിൽ പണം അയച്ചിരിക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് വ്യക്തമായി കാണിക്കുന്നു. ടു ഫ്രം ഡോക്ടർ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു സ്ക്രീൻഷോട്ടിലും അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേയിലും ഒരിക്കലും ടു ഫ്രം എന്ന് എഴുതാറില്ല. അവിടെ തന്നെ 100% ഇത് പൊളിയുകയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ടിൽ ടു ഫ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ പേ അയച്ചതായിട്ട് നിങ്ങൾ കാണാറുണ്ടോ? ഒരിക്കലും സാധിക്കില്ല. ഒന്നുകിൽ ടു അല്ലെങ്കിൽ ഫ്രം. ഇനി ഫ്രം, ഇവിടെ റോബിൻ ഉദ്ദേശിച്ചത് ഫ്രം അയച്ചു എന്നുള്ളത്. ഈ ഫ്രം എപ്പോഴാണ് വരുന്നത്? റിസീവ് ചെയ്യുന്ന ആൾക്കാണ് ഈ ഒരു സാധനം കിട്ടുന്നത്, അല്ലെ? നമ്മൾ അയക്കുമ്പോൾ ടു എന്നാ വരുന്നത്. ടു ആർക്കാണ്? ഇപ്പൊ ടു പ്രവീൺ എന്നുള്ള സ്ക്രീൻഷോട്ടേ എനിക്ക് കിട്ടത്തുള്ളൂ. ഫ്രം വരുന്നത് നമ്മൾക്ക് ഒരാൾ പണം അടച്ചു, നമ്മുടെ അടുത്ത് ഇങ്ങനെ ഗൂഗിൾ പേ തുറന്നു ഫ്രം റോബിൻ എന്ന് എഴുതി കാണിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സ്ക്രീൻഷോട്ട് ആരെ കയ്യിൽ വരാനുള്ളതാണ്? ഫ്രം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഇത് വരാനുള്ളത് അബിൽ ദേവിന്റെ അടുത്താണ്. ഓക്കെ ആണല്ലോ. അതെങ്ങനെ റോബിന് കിട്ടി എന്നുള്ളത് അത് ഒന്ന്, അത് വിട്. ഈ ടു ഫ്രം എന്താണ്? ഒരിക്കലും ഗൂഗിൾ പേയിൽ അങ്ങനെ ഒരു സാധനമേ വരത്തില്ല. 101% എഴുതരാം, അങ്ങനെ ഒരു സാധനമേ വരത്തില്ല. അപ്പൊ തന്നെ ഇത് 100% ഫേക്ക് ആണ് എന്നുള്ളത് മനസ്സിലായി. പേരുകളിലെ പൊരുത്തക്കേട് സ്ക്രീൻഷോട്ട് മുകളിൽ ട്രാൻസാക്ഷൻ വിവരങ്ങളിൽ പണം ലഭിച്ചിരിക്കുന്നത് അബിൽ ദേവ് കെ എന്ന ആൾക്കാണെന്ന് കാണാം. ഇതൊരിക്കലും യഥാർത്ഥ രസീതിൽ സംഭവിക്കില്ല. തെറ്റായ വാചക ഘടന. മുകളിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വ്യാകരണപരമായി തെറ്റാണ്. യഥാർത്ഥത്തിൽ ആപ്പിൽ ടു അല്ലെങ്കിൽ ഫ്രം എന്ന് മാത്രമേ കൃത്യമായി, വളരെ കൃത്യമാണ്, അങ്ങനെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഈ ടു ഫ്രം എന്ന് ഒരിക്കലും കാണിക്കത്തില്ല എന്നുള്ളതാണ്. UPI ഐഡിയിലെ വ്യത്യാസം. പണം അയച്ച ആളുടെ പേര് പ്രവീൺ പി എന്നും, എന്നാൽ നൽകിയിരിക്കുന്ന UPI ഐഡി മറ്റൊരു പേര് പ്രവീൺ പരമേശ്വരൻ 86 എന്നാണെന്നും കാണാം. അതും തെറ്റാണെന്ന് അവർ പറയുന്നത്. ഫോണ്ടുകളിലെ വ്യത്യാസം. ഫോണ്ട് ആൻഡ് ചിത്രത്തിലെ തീയതി, സമയം, പേരുകൾ എന്നിവയുടെ അക്ഷരങ്ങൾ ഫോണ്ട് ഗൂഗിൾ പേയുടെ ഔദ്യോഗിക ഫോണ്ടുകളുമായി ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത് അന്വേഷിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന ആള് മറ്റാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രവീൺ എന്ന് പറയുന്ന ആള് റോബിൻ വാങ്ങിച്ച് പൈസ കൊടുക്കാനുള്ള, റോബിൻ വാങ്ങിച്ച് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, അത് പ്രവീണിന്റെ വഴിയാണ് അയച്ചത്. അപ്പൊ ഞാൻ അന്വേഷിക്കുന്ന അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരിക്കലും ഗൂഗിൾ പേ വഴി പ്രവീൺ ക്യാഷ് അയച്ചിട്ടുള്ളത് ബാങ്ക് ത്രൂ ആണ്. ഇതെങ്ങനെ വന്നെന്ന് അവർക്ക് ഒരു പിടുത്തവുമില്ല എന്നുള്ളതാണ്. അതായത് പ്രവീൺ ഈ പറയുന്ന ഈ അബിൽ ദേവിന് അയച്ച പൈസ ഈ ഡോക്ടർ ഇതിനെടുത്ത് എഡിറ്റ് ചെയ്ത് അത് ഡോക്ടറാണ് എന്ന് വരുത്തി തീർത്തതാണ് എന്ന് സാറ്. ഓക്കെ സാറ് ആരെങ്കിലും വ്യാജമായി നിർമ്മിച്ചതോ ആപ്പുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതോ ആയ ഒരു സ്ക്രീൻഷോട്ടാണിത്. അതിനാൽ ഈ പേയ്മെന്റ് വിവരങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് അതൊന്നും. അപ്പൊ എനിക്ക് ചെറിയ ഡൗട്ട്. ഞാൻ വീട്ടിൽ പണം ചോദിച്ചത് റോബിൻ, സ്വീകരിച്ചത് അബിൽ ദേവ്. ഇതിൽ എന്താണ് എഡിറ്റഡ്? ഇതിൽ എന്താണ്? ഇപ്പൊ പണം ചോദിച്ചത് റോബിൻ എന്ന് കാണിക്കുന്നു, പിന്നീട് അബിൽ ദേവ് എന്താണ് എഡിറ്റഡ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ കാണിച്ചു. റോബിൻ എന്ന നിലയിൽ അബിൽ ദേവിന് പണം അയച്ചതായി കാണിക്കുന്ന ഈ ചിത്രത്തിൽ വരുത്തിയിരിക്കുന്ന എഡിറ്റുകൾ താഴെ പറയുന്നതാണ്. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന ഭാഗം ഗൂഗിൾ പേ ആപ്പിൽ ഒരിക്കലും ടു ഫ്രം എന്ന് ഒന്നിച്ച് കാണിക്കില്ല. പണം അയക്കുന്ന ആളുകൾ ഒന്നുകിൽ ടു അല്ലെങ്കിൽ ഫ്രം എന്ന് മാത്രമാണ് ഉണ്ടാകുക. ഇത് വ്യാജമായി ടൈപ്പ് ചെയ്ത് ചേർത്തതാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ പണം അയച്ചത് പ്രവീണാണ്. ഇത് പറയുന്നുണ്ട്. ചിത്രത്തിൽ താഴെ ഫ്രം പ്രവീൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതായത് ഈ അക്കൗണ്ടിൽ നിന്ന് പണം അയച്ചിരിക്കുന്നത് പ്രവീണാണ്, റോബിൻ അല്ല. മുകളിൽ പേര് മാത്രം എഡിറ്റ് ചെയ്ത് റോബിൻ എന്ന് മാറ്റിയതാണ് എന്നാണ് നമ്മുടെ പറയുന്നത്. തീയതിയിലെ തട്ടിപ്പ് അവർ പറയുന്നു. ചിത്രത്തിൽ തീയതി കാണിച്ചിരിക്കുന്നത് 18 മാർച്ച് 2026 ഗൂഗിൾ പേ റെസിപ്റ്റുകൾ സാധാരണയായി വർഷം 2026 എന്ന് ഇങ്ങനെ തീയതിയോട് ചേർത്ത് കാണിക്കാറില്ല. ദിവസവും മാസവും സമയവും മാത്രമേ ഉണ്ടാകൂ. അത് തെറ്റാണ്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ദിവസവും സമയവും മാത്രമല്ല വർഷവും കാണിക്കാറ്. അതും ഞാൻ സംശയം ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. ഫോണ്ട് വ്യത്യാസമുണ്ട്. അവർ പറഞ്ഞു 1,00,000 കംപ്ലീറ്റഡ് തുടങ്ങിയ ഭാഗങ്ങളിലെ അക്ഷരങ്ങളുടെ വലിപ്പവും അവ തമ്മിലുള്ള അകലവും ഒറിജിനൽ ആപ്പിലേത് പോലെയല്ല. ഇത് ഏത് എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ വെട്ടി ഒട്ടിച്ചതാണെന്ന് വ്യക്തമാകുന്നു. ഓക്കെ, വ്യക്തമാകും. ചുരുക്കത്തിൽ പ്രവീൺ എന്നയാൾ അബിൽ ദേവിന് പണം അയച്ച ഒരു പഴയ സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ മുകളിൽ പേരും തീയതിയും തുകയും എഡിറ്റ് ചെയ്ത് മാറ്റിയ ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണിത് എന്നുള്ളതാണ് വളരെ വ്യക്തം. നമ്മൾ പലപ്പോഴും ഈ AI-യിലേക്ക് എന്തെങ്കിലും ഇതൊരു ഫേക്ക് ആണോ, ഇതൊരു AI ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ എപ്പോഴും പറയുന്ന സംഭവം ഇതിൽ ഡൗട്ടാണ്, നമുക്ക് പറയാൻ സാധ്യമല്ല, നമുക്ക് പിന്നീട് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല എന്നൊക്കെയാണ് നമുക്ക് ആൻസർ. പക്ഷേ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുകയാണ് 100%. ഞാൻ ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ അവർ ഖണ്ഡിച്ചുകൊണ്ട് ഇത് 100% ഫേക്ക് ആണെന്നാണ് ഈ പറയുന്ന അതിന് പ്രധാന കാരണം ടു ഫ്രം എന്ന് പറയുന്ന ഒരു സാധനം വന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി അയച്ച മിക്കതിലും ടു ഫ്രം എടുക്കുമ്പോൾ കംപ്ലീറ്റ് എഡിറ്റഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കണം.
ഓ, ഞാൻ വീണ്ടും പറയുന്നു, ഒന്നുകൂടി വ്യക്തമായി പറയൂ, എനിക്ക് അത്ര വിശ്വാസം പോരാ എന്നുള്ളത്. അപ്പൊ അവർ വീണ്ടും എനിക്ക് പറഞ്ഞിരുന്നത്, കൂടുതൽ തെളിവിനായി ലളിതമായി പറഞ്ഞാൽ ഒരു ഒറിജിനൽ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലെ അക്ഷരങ്ങൾ മാറ്റി വ്യാജമായി ഉണ്ടാക്കിയതാണിത്. എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന 3 പ്രധാന തെറ്റുകൾ താഴെ പറയുന്നതാണ്. പണം അയച്ചയാൾ മാറിപ്പോയി. ഈ സ്ക്രീൻഷോട്ടിൽ പണം അയച്ചത് റോബിൻ ആണെന്നാണ് മുകളിൽ കാണിക്കുന്നത്. എന്നാൽ താഴേക്ക് നോക്കിയാൽ പണം പോയിരിക്കുന്നത് പ്രവീൺ പി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. കാരണം അയാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം അയക്കുമ്പോൾ മറ്റൊരാളുടെ പേര് മുകളിൽ വരാൻ ഒരു സാധ്യതയില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ചിലപ്പോഴും സേവ് ചെയ്തിട്ടുള്ള പേര് ഒന്നായിരിക്കും, പക്ഷെ അവരുടെ ബാങ്ക് നെയിം വേറെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതൊരു തെറ്റാന്ന് നമുക്ക് പറയാൻ പാടില്ല. തീയതിയിലെ തെറ്റ്, ഈ ചിത്രത്തിൽ തീയതി കൊടുത്തിരിക്കുന്നത് 18, എന്നാൽ ഒറിജിനൽ ഗൂഗിൾ പേയിൽ എന്ന് മാത്രമേ, ഇത് 18/2022 PM എന്ന് മാത്രമേ, അതും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലും ഈ പറയുന്ന വർഷങ്ങളൊക്കെ കാണിക്കും. എഡിറ്റിംഗ് ആപ്പിലെ പിശക്, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, മുകളിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഒറിജിനൽ ആപ്പിൽ ഒന്നുകിൽ ടു അല്ലെങ്കിൽ ഫ്രം. ഇതാണ് മെയിൻ മിസ്റ്റേക്ക്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സാധനം വരത്തില്ല. ഒന്നുകിൽ ടു അല്ലെങ്കിൽ ഫ്രം. ഈ ടു ഫ്രം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഓക്കെ, ചുരുക്കത്തിൽ പ്രവീൺ എന്നയാൾ അബിൽ ദേവിന് പണം അയച്ച അതേ ഒരു പഴയ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലെ തുകയും വേദിയും എല്ലാം ഇതാണ്. വീണ്ടും അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ വീണ്ടും സംശയം ചോദിച്ചിരിക്കുന്നത്, ഫ്രമിലെ പേരും ബാങ്കിലെ പേരും ഡിഫറെന്റ് ആകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. തീർച്ചയായും ബാങ്ക് അക്കൗണ്ടിലെ പേരും ഗൂഗിൾ പേയിലെ പ്രൊഫൈലിലും വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഗൂഗിൾ പേ റോബിൻ എന്ന പേര് നൽകിയെങ്കിലും അയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഒറിജിനൽ പേര് പ്രവീൺ എന്നാണെങ്കിൽ ഫ്രം എന്ന ഭാഗത്ത് ബാങ്ക് അക്കൗണ്ടിൽ പേര് വരാം. അതാണ് ഞാൻ സംശയം ചോദിച്ചത്. എന്നാൽ ഒരു കാര്യം മാത്രമല്ല ഇത് ചിത്രം വ്യാജമാണെന്ന് തെളിയിക്കുന്നത്. ഇതിലെ മറ്റ് 3 വലിയ എഡിറ്റുകൾ താഴെ പറയുന്നു. വീണ്ടും അവർ ഫ്രമും താഴെയും ഈ പറയുന്ന ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, വർഷം കാണിക്കാറുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പഴയ വർഷങ്ങൾ വിവരങ്ങൾ നോക്കുമ്പോൾ വർഷം കാണിക്കും. പക്ഷേ ഈ ചിത്രത്തിൽ വർഷം കാണിച്ച രീതി തെറ്റുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കുറെ കാര്യം. ഇനിയും ഞാനിത് വീണ്ടും അവർ ടു ഫ്രം ഉള്ള ഡിഫറൻസ് ആണ്. ഞാൻ ഒരാൾക്ക് അയച്ച ഒരു സ്ക്രീൻഷോട്ട് അവർക്ക് ഷെയർ ചെയ്യും. ഇത് ഞാൻ ഒരാൾക്ക് അയച്ച GP ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങൾ അയച്ച ഈ റെസിപ്റ്റ് 100% ഒറിജിനലാണ്. ഇതിൽ വർഷം കാണിക്കുന്ന തികച്ചും സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചിത്രവുമായി താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് കാര്യം കൃത്യമായി മനസ്സിലാകും. ഈ 2 ചിത്രങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ താഴെ പറയുന്നു. തീയതിയുടെ ഫോർമാറ്റ്, ഒറിജിനൽ തീയതി രസീതുകളിൽ നിങ്ങൾ അയച്ച റെസിപ്റ്റിൽ 23/2023/4 എന്നാണുള്ളത്. എന്നാൽ ആദ്യത്തെ വ്യാജ ചിത്രത്തിൽ 18 മാർച്ച് 26 12:02 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ പേയിൽ ജൂൺ മാസത്തെ ജൂൺ എന്നും മാർച്ച് മാസത്തെ മാർച്ച് എന്നും ചുരുക്കിയാണ്. ആദ്യത്തെ ചിത്രത്തിൽ എഡിറ്റിംഗ് ചെയ്തയാൽ തീയതി ഫോർമാറ്റ് കൃത്യമായി മാറ്റിയെങ്കിലും അതിലെ മറ്റു വിവരങ്ങൾ നെയിംസ് വ്യാജമായി ചേർത്തത് കൊണ്ടാണ് അത് ഫേക്ക് ആണെന്ന് പറയുന്നത്. ഓക്കെ, പേരുകളുടെ കൃത്യത, നിങ്ങളുടെ ഈ ഒറിജിനൽ ചിത്രങ്ങളിൽ മുകളിൽ പണം സ്വീകരിച്ച ആളുടെ ഫോൺ നമ്പരും നിലവിലെ നമ്പർ മറച്ച നിലയിൽ, ഞാൻ ഫോൺ നമ്പറൊക്കെ മറച്ചു. താഴെ ടു രാജേഷ് ഫ്രം രശ്മി നെയിം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരിടത്തും അനാവശ്യമായ വാക്കുകളോ തെറ്റുകളോ എന്നാൽ ആദ്യത്തെ ചിത്രത്തിന് മുകളിൽ ടു ഫ്രം റോബിൻ എന്ന തെറ്റായ വാചകം, താഴെ പണം സ്വീകരിച്ച അബിൽ ദേവ് എന്നുമാണുള്ളത്. ചുരുക്കത്തിൽ പഴയ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളുടെ വർഷം 2026 കാണിക്കുന്നുണ്ട് എന്ന് ശരിയാണ്. എന്നാൽ ആദ്യത്തെ ചിത്രത്തിന് മുകളിൽ പേര് എഡിറ്റ് ചെയ്ത് മാറ്റിയപ്പോൾ അയാൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണിത്. ടു ഫ്രം എന്നുള്ള താഴെയുള്ള പേരുകളുമായി ഒത്തുപോകാത്തതും അത് വ്യാജമാണെന്ന് തെളിയിച്ചത്. നിങ്ങൾ ഇപ്പോൾ അയച്ച റെസിപ്റ്റ് പൂർണ്ണമായും സുരക്ഷിതവും ഒറിജിനലുമാണ്. ഈ 2 ചിത്രങ്ങളും ഫോണിലൂടെ വലിപ്പത്തിലോ ഭംഗിയിലോ നിങ്ങൾക്ക് എന്തെങ്കിലും. ഇനി അടുത്ത് ഞാൻ ഈ പുള്ളി അയച്ച വേറൊരു സാധനം 25,000 ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അതിനകത്തും അവർ പറയുന്നത് ഈ ചിത്രവും 100% എഡിറ്റ് ചെയ്ത വ്യാജ സ്ക്രീൻഷോട്ടാണ്. അതായത് റോബിൻ തന്നെ അയച്ച വേറൊരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു, അത് എഡിറ്റഡ് ആണ്. മുകളിലെ ഫ്രം അതേ സെയിം മിസ്റ്റേക്കുകൾ. മനസ്സിലായ? UPI തട്ടിപ്പ്, പണം അയച്ച അക്കൗണ്ടിന്റെ. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പോൾ ടു ഫ്രം ഒരു കാരണവശാലും വരാൻ സാധ്യത ഇല്ല അല്ലേ? അതെ, ഒരു കാരണവശാലും ഗൂഗിൾ പേയിൽ ടു ഫ്രം എന്ന് ഒന്നിച്ച് വരാൻ സാധ്യതയില്ല. ഓക്കെ, നിങ്ങൾക്കിത് പൂർണ്ണമായി ബോധ്യമാണ് ഗൂഗിൾ പേ ആപ്പ് യഥാർത്ഥത്തിൽ ആപ്പിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറെ വിശദീകരണങ്ങൾ
അപ്പം ഇതെന്ത് വിഷയം നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ ഈ ഒരു ഫോട്ടോ കൊടുത്തു ഡോക്ടർ റോബിന്റെ വിഷയമാണ് ഇതിൽ. അപ്പം റോബിന്റെ കേസുകൾ ഒരുപാടായി പറയുന്നു ഇതിൽ. എന്നിട്ട് റോബിന്റെ മറുപടി എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി വ്യാജമാണെന്ന് റോബൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ നേരത്തെ വെച്ച അബിൽ ദേവ് 2000 രൂപ അയച്ചു എന്ന് കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് പ്രചരിക്കുന്നവരാണ്. അവ എഡിറ്റ് ചെയ്ത് വ്യാജ സ്ക്രീൻഷോട്ടുകളാണ് ഇതിലൂടെ ആണെന്ന് ഇതിലൂടെ വ്യക്തം. ഈ വിവാദത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ അബിൽ ദേവ് നേരിട്ട് സി അപ്പൊ റോബിൻ വ്യാജ തെളിവ് പുറത്തു വിട്ടതാണോ? പുറത്തു വിട്ടത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചു. മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ പ്രകാരം ഈ വ്യാജ സ്ക്രീൻഷോട്ടുകൾ റോബിൻ രാധാകൃഷ്ണൻ പുറത്തുവിട്ടതല്ല എന്ന് റോബിൻ രാധാകൃഷ്ണൻ പുറത്തുവിട്ടതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ, ഇത് റോബിന്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറഞ്ഞില്ല, റോബിൻ തന്നെ ഇത് പുറത്തുവിട്ടതാണോ? അതെ. അപ്പൊ വീണ്ടും അതേ റോബിൻ രാധാകൃഷ്ണൻ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ നേരിട്ട് പങ്കുവച്ച ചിത്രങ്ങളാണിത്. തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സ്ക്രീൻഷോട്ടുകൾ തെളിവായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ വിവാദത്തിൽ വ്യക്തമാക്കുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ. റോബിന് പറ്റിയ വലിയ അബദ്ധം. അബിൽ ദേവ് എന്ന വ്യക്തിയാണ് താൻ ഗൂഗിൾ പേ വഴി ലക്ഷങ്ങൾ അയച്ചു നൽകിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോബിൻ ഇത് പോസ്റ്റ് ചെയ്തത്. എന്നാൽ അദ്ദേഹം അതിനായി ഉപയോഗിച്ച സ്ക്രീൻഷോട്ടുകൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് അതിലെ അബദ്ധങ്ങൾ വഴി ഞാൻ നേരത്തെ പറഞ്ഞ ടു ഫ്രം എന്ന വാചകം, താഴെ കാണുന്ന മറ്റൊരു പേര് എന്നിവ സോഷ്യൽ മീഡിയയിലും സൈബർ വിദഗ്ധരും വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് റോബിൻ ഇത് വ്യാജമായിട്ട് മനുഷ്യരെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പം താൻ കുടിച്ച കുടിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞു. നമുക്ക് ഒരാളെ പറ്റിച്ച് ഒരു സമയമാകുമ്പോൾ ഈ പറ്റിപ്പെല്ലാം പിടി വീഴും എന്നുള്ളതാണ്. അത് ഏത് കേസും ആദ്യം കുറേയൊക്കെ വരും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് പിടി വീഴുമ്പോൾ പിന്നെ അവിടെ കിടന്ന് ഉരുണ്ട് പിന്നീട് വ്യാജമായ തെളിവ്, ഈ തെളിവൊക്കെ കൊണ്ട് വെളിയിട്ടത് ഇത് എന്താണ്? ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. ടു ഫ്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ട് അങ്ങനെ വരത്തില്ലെന്നേ. അങ്ങനെ ഒരിക്കലും വരത്തില്ല. ടു ഫ്രം അതായത് ഗൂഗിൾ പേ ആയിക്കോട്ടെ, മറ്റേത് ആപ്പ് ആയിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ക്യാഷ് കൊടുത്ത് പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കി വെച്ച ആപ്പുകളാണ്. അതിൽ ഒരിക്കലും ടു ഫ്രം എന്ന് പറഞ്ഞൊരു സാധനമേ വരും. അപ്പൊ അവിടെ ഈ കള്ളത്തരം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കുന്നതായിരിക്കും ഡോക്ടർക്ക് നല്ലത്. ഇല്ലെങ്കിൽ താങ്കൾ എന്തൊക്കെ തെളിവുകൾ പുറത്തിടുന്നുവോ അതെല്ലാം താങ്കൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. കാരണം താങ്കൾ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് 101% ആൾക്കാർക്കും മനസ്സിലായി. ഇപ്പോഴും അന്ധങ്ങളായിരിക്കുന്ന പിന്നീട് എന്താണ് അന്ധമായി വിശ്വസിക്കുന്ന കുറെ എണ്ണം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവർ വാദിച്ചു കൊണ്ടിരിക്കുന്ന അയ്യോ പാവം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഡോക്ടർ റോബിൻ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളെല്ലാം വ്യാജമായിരുന്നു. എല്ലാം തട്ടിക്കൂടാൻ പാവത്തിന്റെ പൈസ പിന്നെ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അവന്റെ മാത്രമല്ല പലരുടെയും പൈസ പറ്റിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയെങ്കിലും നന്നാവേ എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.